ക്രിസ്തയേശുവിൻ്റെ മഹനീയ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വന്ദനം. ഒരു പ്രാവശ്യം കൂടി ഈ തിരുവചന ധ്യാനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ക്രിസ്തീയ സാക്ഷിത്വം എന്ന വിഷയത്തെ ആധാരമാക്കി നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ എൻ്റെ വിഷയം ക്രിസ്തീയ ഉറപ്പ് എന്നുള്ളതിനെക്കുറിച്ചാണ്. അതിനു മുൻപായിട്ട് ദൈവത്തോട് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, അവിടുത്തെ വിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. അവിടെ ഞങ്ങൾക്ക് ധ്യാനയോഗത്തെ ഒരുക്കിയിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. ഈ ഹോപ്പ് ചാനലിലൂടെ അടിയങ്ങൾ ശ്രവിക്കുന്നതായ ദൂതുകൾ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഉതകുവാൻ, അത് ഞങ്ങൾക്ക് ഉറപ്പും ധൈര്യവും നൽകുവാൻ കർത്താവ് കൃപയാകണമെന്ന് യേശുവിൽ കൂടി താഴ്മയുടെ വിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ഒരിക്കൽ കൂടി ഈ ക്രിസ്തീയ സാക്ഷിത്വം എന്ന വിഷയത്തെ ആധാരമാക്കി ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം ക്രിസ്തീയ ഉറപ്പ് എന്നുള്ളതിനെക്കുറിച്ചാണ്. നമുക്ക് വായിക്കാനുള്ളതായ വേദഭാഗം കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 15:58. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കിയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ച് വരുന്നവരും ആകുവിൻ. അതെ, നമുക്കറിയാം അപ്പോസ്തലനായ പൗലോസ് അനവധിയായ ക്രിസ്തീയ തത്വങ്ങൾ നമുക്ക് വേദവചനത്തിലൂടെ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നാം ഈ കൊരിന്ത്യ ലേഖനം 15-ാമത്തെ അധ്യായത്തിൽ വായിക്കുമ്പോൾ അതിൽ പൂർണ്ണമായും നിറഞ്ഞിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പ്, നമ്മുടെ ഉയർപ്പിന്, അതായത് ക്രിസ്ത്യാനികളുടെ ഉയർപ്പിനൊരു ആധാരമാണ്. അപ്പോൾ അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? നാം ഉറപ്പുള്ളവരായിരിക്കണം, ക്രിസ്തീയമായിട്ട് ഉറപ്പുള്ളവരായി തീരണം എന്നുള്ളതിനെ ഉറപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അതെ, ഈ അധ്യായം മുഴുവനായിട്ടും, അതായത് മരിച്ചവരുടെ ഉയർപ്പ്, അതിലുള്ള പ്രത്യാശ, അതുകൊണ്ട് അത് നമുക്കുള്ളതായ പ്രത്യാശ ആയതുകൊണ്ട് നാം ഒരിക്കലും പ്രത്യാശയില്ലാത്തവരായിരിക്കരുത്, നമ്മൾ പ്രത്യാശയില്ലാത്തവരായിരിക്കരുത് എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം പലപ്പോഴും നമ്മളെ ഉറപ്പില്ലാത്തവരായിട്ട് അധൈര്യമുള്ളവരാക്കി തീർക്കുവാൻ ഉള്ള വഴികളുണ്ടെന്നാൽ അങ്ങനെ ഒരിക്കലും പാടില്ല. കർത്താവായ യേശു ക്രിസ്തു ഉയർത്തതുപോലെ നാം ഏവരും ഉയർക്കും. ആയതുകൊണ്ട് എപ്രകാരമാണ് ഈ പ്രത്യാശ ഉറപ്പുള്ളവരായിട്ട് അല്ലെങ്കിൽ ഉറപ്പുള്ളവരായി തീരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അതേ അപ്പോസ്തലനായ പൗലോസ് തന്നെ പറയുമ്പോൾ വീണ്ടും നാം വായിക്കുന്ന, ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, അതായത് കോൺസ്റ്റൻറ്റും അതുപോലെ തന്നെ അൺമൂവബിളും. ഇത് എപ്രകാരം നമുക്ക് സാധിക്കും? അതിനുവേണ്ടി നാം ചെയ്യേണ്ടതാണ്, ഒന്നാമതായിട്ട് ദൈവസത്യത്തിൽ നാം ഉറച്ചിരിക്കുക. അത് എഫേസ്യ ലേഖനത്തിലെ 3-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങൾ വസിക്കേണ്ടതിന് വരം നൽകണമെന്ന് നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി. അപ്പോൾ നമ്മുടെ അടിസ്ഥാനം എന്താണ്? സ്നേഹത്തിലായിരിക്കണം. അത് സ്നേഹം ആരുടെയാണ്? ദൈവം സ്നേഹമാകുന്നു. അപ്പോൾ ആ ദൈവത്തിൽ നാം പൂർണ്ണമായിട്ട് ആശ്രയിക്കുക, ദൈവവചനത്തിൽ അതേ നാം വളരുക. അതിനെക്കുറിച്ച് കൊലോസ്യ ലേഖനത്തിൽ 2:7 ഞാൻ വായിക്കുന്നത്, അവനിൽ വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞുമിരിപ്പീൻ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവവചനവുമായിട്ട് നമുക്ക് വളരെ അടുത്ത ബന്ധമുണ്ടായിരിക്കണം. അതുകൊണ്ടാണല്ലോ തിരുവചനം നമ്മുടെ ധ്യാനമായിട്ട് എപ്പോഴും ഇരിക്കണം. ആ തിരുവചനം നാം ധ്യാനിക്കുമ്പോൾ നമുക്ക് എന്താണ്? അതായത് ദൈവകാര്യങ്ങൾ അറിയുകയും മനസ്സിലാക്കുകയും ദൈവമായിട്ട് കൂടുതൽ നമ്മുടെ ബന്ധം അത് ഈടാർന്നതായി തീരുകയും ചെയ്യും. അതുകൊണ്ട് എന്നാൽ ഈ ലോകത്തിൽ നമ്മെ കൊണ്ടുപോകുവാൻ, അല്ലെങ്കിൽ കാറ്റടിച്ച് പറത്തുന്ന പോലെ കൊണ്ടുപോകാനൊക്കെ ഉള്ള അനവധിയായ ഉപാധികളുണ്ട്. അതിനെക്കുറിച്ച് എഫേസ്യ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. 4:14 പ്രകാരം ഞാൻ വായിക്കുന്നു, അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അഴഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കരുത്. അപ്പോൾ നമുക്കറിയാം പലതരത്തിലുള്ള ഉപദേശങ്ങളുണ്ട്. അതെ, ദൈവത്തിൻ്റെ ഒരു വാക്യം വചനമെടുത്തിട്ട് അതിനെ കൂട്ടി മാറ്റി, അല്ലെങ്കിൽ അതിന് അവരുടേതായ ചിന്താശക്തികൾ ഇട്ടുകൊണ്ട് അതങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ നമ്മെ അത്, അതായത് നമുക്ക് വിശ്വാസയോഗ്യമായ നിലയിൽ വരത്തക്ക രീതിയിലുള്ളതായ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? അവർ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് തോന്നുന്നു അത് ശരിയാണ്. എന്നാൽ അതിനെക്കുറിച്ച് പറയുന്നതാണ്, തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങൾ ചതിയാലും ഉപായത്താലും അതായത് മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാൻ തക്കവണ്ണം ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അഴഞ്ഞ് ഉഴലുന്ന ശിശുക്കളെ പോലെ ആയിരിക്കുകയാണ്.
അപ്പോൾ നമുക്കറിയാം ഈ ഉറച്ചു നിൽക്കുന്നവൻ ഒരിക്കലും വീഴുകയില്ല. നമുക്കറിയാം അനേക മരങ്ങളുണ്ട്, അനേക വർഷങ്ങളായിട്ട് അതേ ചില സ്ഥലങ്ങളിൽ നിൽക്കുന്ന മരങ്ങൾ എത്ര കാറ്റടിച്ചാലും വീഴുകയില്ല. കാരണം അതിൻ്റെ വേര് വളരെയധികം താഴെ പാറക്കെട്ടുകളിലാണ്. അതിനെ പിടിച്ച് കുലുക്കുവാൻ തക്കവണ്ണം ഒരു കാറ്റിന് സാധിക്കുകയില്ല. അല്ല, അത്രമാത്രം അതെ വേരൂന്നി വളർന്നതുപോലെ നാം ഇരിക്കുക. കാരണം ഈ പറയപ്പെട്ടതായ അനേക ഉപദേശ കാറ്റുകൾ വന്ന് നമ്മെ അടിച്ചാൽ അതിലൊന്നും താഴെ വീഴാതിരിക്കണമെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം? ഈ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ചവരായിരിക്കണം. അപ്പോൾ അതിലൂടെയാണ് നമുക്ക് ഉറപ്പും ധൈര്യമുള്ളവരായി തീരുവാനൊക്കെ സാധിക്കുന്നത്. അതിനെക്കുറിച്ച് പത്രോസ് ഇപ്രകാരം പറയുന്നുണ്ട്: നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യതേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവ്വകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. അപ്പോൾ നാം അതിനെന്ത് ചെയ്യണം? അത് ദൈവത്തോട് നാം അടുത്ത് ചെല്ലണം. ദൈവത്തോട് നാം എന്ത് ചെയ്യണം? ദൈവത്തോട് ചേരുക. എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, കൃപയാൽ തന്നെ ഹൃദയം ഉറപ്പിക്കുന്നത് നല്ലത്. അതായത് യേശുവിൻ്റെ കൃപയാലാണ് നാം ജീവിക്കുന്നത്. ആയതുകൊണ്ട് അവൻ്റെ കൃപയാൽ നമ്മുടെ ഹൃദയം എന്ത് ചെയ്യണം? ഉറപ്പിക്കണം. അപ്പോൾ വചനത്തിൽ വേരൂന്നി വളരുവാൻ തക്കവണ്ണം എങ്കിൽ മാത്രമേ ഉറപ്പുള്ളവരായി തീരുവാൻ കൊണ്ട് സാധിക്കുകയില്ല. അതുപോലെ തന്നെ വീണ്ടും കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞു, നാം എവിടെ പാറമേൽ വീട് പണിതവനെക്കുറിച്ച് പറയുന്നുണ്ട്. അതെ, വി മസ്റ്റ് ബിൽഡ് സോളിഡ്ലി. നാം എന്ത് ചെയ്യണം? ഉറപ്പുള്ള നല്ല അടിസ്ഥാനമുള്ളവരായിട്ട്, അടിസ്ഥാനത്തിന് വേരൂന്നി വളർന്നു. അതുപോലെ നല്ല അടിസ്ഥാനമാണ്. ഈ കഴിഞ്ഞ ദിവസം ഈ ഇന്ത്യയിൽ ചില ഭാഗങ്ങളിലൊക്കെയും കാറ്റും കൊടുങ്കാറ്റും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ ചില കെട്ടിടങ്ങളൊക്കെ നിന്നു, ചില കെട്ടിടങ്ങളൊക്കെ വീണു. എന്നാൽ നല്ലപോലെ അടിസ്ഥാനമുള്ളതായ കെട്ടിടങ്ങളൊക്കെ നിന്നു പോകുന്നതായിട്ട് കാണുവാനൊക്കെ സാധിക്കും. അതിനെക്കുറിച്ച് പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവന് എൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന് നദികൾ ഒഴുകുമെന്ന് വിളിച്ച് പറയുന്നത്. അപ്പോൾ അതായത് ക്രിസ്തേശു എന്ന പാറമേൽ പണിത ഒരവസ്ഥയെക്കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. അവിടെ പറയുന്നതാണ് എഫേസ്യ ലേഖനത്തിൽ പറയുന്നത്, ക്രിസ്തേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുകയാണ്. അതായത് പ്രവാചക വാക്യം നമുക്കെന്തുണ്ട്? സ്ഥിരമായിട്ടുണ്ട്. അതിന്മേൽ പ്രവാചകന്മാരിലും അതേ അപ്പോസ്തലന്മാരിലും എന്ന അടിസ്ഥാനത്തിലും ക്രിസ്തുയേശു ആയിരിക്കണം നമ്മുടെ മൂലക്കല്ല്. അതല്ലാതെ ഓരോരുത്തരുടെ തോന്നിവാസ പഠിപ്പിക്കലല്ല, മാനുഷികമായ ഉദാഹരണങ്ങളല്ല. പിന്നെയോ ക്രിസ്തയേശു എന്ന മൂലക്കല്ലിൽ അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും അടിസ്ഥാനത്തിന്മേൽ പണിതതായ ഒരവസ്ഥ. അതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തു വീണ്ടും പറയുകയാണ്, ഓൺ ക്രൈസ്റ്റ് ദ റോക്ക് ഓഫ് ഏജസ്. അതെ, മത്തായിയുടെ സുവിശേഷം 16-18-19 വാക്യങ്ങൾ പറയുന്നത്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അതുപോലെ വീട് പണിയുന്നവൻ തള്ളിക്കളഞ്ഞ കല്ല് എന്ന പത്രോസ് പറയുന്നുണ്ട്. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് എന്ന മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്ങൽപ്പാറയുമായി തീർന്നു. അതുപോലെ യേശു ക്രിസ്തു ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റാർക്കും ഇടുവാൻ കഴിയുകയില്ല. അപ്പോൾ യേശു ക്രിസ്തു ആകുന്ന പാറമേൽ നാം വീട് പണിയുക. വീണ്ടും കൊരിന്ത്യർ ലേഖനം 10:4 പറയുന്നത്, ആ പാറ ക്രിസ്തു ആകുന്നു. ഞാൻ പല വചനങ്ങൾ ഉദ്ധരിച്ചിരിക്കുകയാണ്. കാരണം യേശു ആകുന്ന പാറമേൽ പണിയുക. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ താൻ പഠിപ്പിച്ചതായ കൂട്ടത്തിൽ പാറമേൽ പണിത് വീടിനെ കുറിച്ചും അതുപോലെ മണലിൽ മേൽ പണിത് വീടിനെ കുറിച്ചുള്ളൊരു ഉപമ അല്ലെങ്കിൽ പറയുണ്ടായി. പാറമേൽ പണിതവൻ എന്ത് ചെയ്തു? അവൻ്റെ വീട് നിലനിന്നു. കാറ്റടിച്ചു, മഴ പെയ്തു, അതിനൊരു കുലുക്കവും ഉണ്ടായില്ല. എന്നാൽ മണലിന്മേൽ പണിതായ വീട് കാറ്റ് വന്നു, വെള്ളം വന്നു, അത് താഴെ വീണു. എന്നാൽ വചനമെന്ന പാറമേൽ നാം നമ്മുടെ വീടുകൾ പണിയുക. യേശു എന്ന പാറമേൽ നമ്മുടെ വീടുകൾ പണിയുക. അത് എന്നേക്കും ഏത് കഷ്ടങ്ങൾ വന്നാലും ഉറപ്പുള്ളതായി തീരുവാനൊക്കെ ഇടയായിത്തീരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, ഇന്ന് അനവധിയായ തിരുവചനത്തെ കോട്ടിമാട്ടി ഉള്ള അനേക ഉപദേശങ്ങളുണ്ട്. അതിലേക്ക് നാം കടക്കരുത്. പിന്നെയോ എന്താണ് ചെയ്യുന്നത്? ഏതൽക്കാല സത്യത്തിൽ തിരുവചനത്തിൽ എന്ത് പറയുന്നു അതിൽ നാം വിശ്വസിച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങിയിരിക്കുക. അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ മാത്രമേ നമ്മുടെ അടിസ്ഥാനം കുലുങ്ങാത്തതായിരിക്കുള്ളൂ. നാം ഉറപ്പുള്ളവരും ധൈര്യമുള്ളവരായിരിക്കാനൊക്കെ വേണം തീരുകയുള്ളൂ. അതിനാണ് പറയുന്നത്, ദിസ് റിക്വയർസ് എ ഷുവർ ഫൗണ്ടേഷൻ. തീർച്ചയായുള്ള ഒരു അടിസ്ഥാനത്തിന്മേൽ പണിയുക. ആയതുകൊണ്ട് അതാണല്ലോ ഞാൻ പറഞ്ഞത്, ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ ഒക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. അപ്പോൾ അവിടെ 2-3 കാര്യങ്ങൾ. ഒന്ന്, പാറമേൽ പണിയുക. രണ്ടാമത്, ബുദ്ധിയുള്ള മനുഷ്യൻ. അതായത് നമുക്ക് ദൈവം വിവേചനം തന്നിട്ടുണ്ട്, ബുദ്ധി തന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? തിരുവചനം അങ്ങനെ തന്നെ ഒന്ന് പരിശോധിച്ച് അതിൻ പ്രകാരം ജീവിപ്പാൻ തക്കവണ്ണം. നമുക്കറിയാം, ഇന്നത്തെ നമ്മുടെ ചുറ്റുപാടുകളിലും അനേക ക്രിസ്തീയ സമൂഹങ്ങളുണ്ട്.
അവരൊക്കെയും ഓരോ പേരിനാൽ, അല്ലെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് പെന്തിക്കോസ് സഭയെന്ന് പറയുന്നത് ജീസസ് പെന്തിക്കോസ് അല്ലെങ്കിൽ ക്രൈസ്ത പെന്തിക്കോസ്, അങ്ങനെ ആ ഓരോരോരോ പേരിനാൽ അവരുടെ കൂട്ടത്തിലൊക്കെയും ആൾക്കാരുമുണ്ട്, അല്ലെങ്കിൽ അതിന് അനുയായികളായിട്ട് ആയിരങ്ങളുണ്ട്. എന്നാൽ അത് വാസ്തവമാണോ, അതായത് തിരുവചന അനുസരണമാണോ എന്ന് ചിന്തിച്ച്, അതായത് വചനത്തിന്മേൽ വീട് പണിത, അതെ ഞാൻ വീണ്ടും വായിക്കുകയാണ്, ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ ഒക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. അപ്പോൾ അവിടെ ബുദ്ധിക്കും ആവശ്യമുണ്ട്. കാരണം അവിടെ ഇവിടെ ഇന്നത്തെ കാലത്ത് റിയൽ എസ്റ്റേറ്റ് മാതിരി എവിടെയും പോയി വീട് വെക്കുക എന്നുള്ളതല്ല, അത് അടിസ്ഥാനമുള്ളതായ, നല്ല അടിസ്ഥാനമുള്ളതായ പാറമേൽ വീട് പണിയുന്ന ഒരു വ്യക്തി, അതായത് ബുദ്ധിമാനെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ അതുപോലെ തന്നെ വീണ്ടും കർത്താവായ യേശു ക്രിസ്തു അല്ല യാക്കോബ് പറയുമ്പോൾ ഇപ്രകാരം പറയുന്നു, നമുക്ക് ദൈവത്തിൻ്റെ വചനം അത് കേൾക്കുക മാത്രമല്ല, യാക്കോബ് അപ്പോസ്തലൻ 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പീൻ. അപ്പോൾ നാം ചെയ്യേണ്ടത് വെറും വചനം കേട്ടുകൊണ്ട് മാത്രം ഇരിക്കാതെ പിന്നെ അത് അനുസരിക്കുന്നവരായി, അതിനെ ചെയ്യുന്നവരായി. വീണ്ടും റോമാലേഖനം 2:13 പറയുന്നത്, ന്യായപ്രമാണം ആചരിക്കുന്നവരെത്ര നീതീകരിക്കപ്പെടുന്നത്. അല്ലാതെ ന്യായപ്രമാണം ഉണ്ട്, അതെൻ്റെ ചുറ്റുപാടുമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമായില്ല. എന്നാൽ അതിനെ അനുസരിക്കുന്നവരായിരിക്കണം നാം ഓരോരുത്തരും. പ്രത്യേകിച്ച് പല രീതിയിലുള്ളതായ ഈ ഉറപ്പിന് വേണ്ടിയുള്ള ഉപാധികളൊക്കെയും തിരുവചനത്തിൽ നമുക്ക് നൽകിയിട്ടുണ്ട്. അതേ കർത്താവായ യേശു ക്രിസ്തു പത്രോസിനോട് പറയുമ്പോൾ നമുക്കറിയാം, പത്രോസിൻ്റെ സ്വഭാവം അതൊരു ഒരു ചാഞ്ചലമുള്ളതാണ്. എന്നാൽ അവന് ഏത് കാര്യത്തിനും എടുത്തുചാട്ടമുള്ളൊരു വ്യക്തിയായിരുന്നു. അതെ, ഈ പിശാചിനെ അല്ലെങ്കിൽ ഈ ശിമോനെ അല്ലെങ്കിൽ ഈ പത്രോസിനെ കുറിച്ച് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കർത്താവ് പറയുമ്പോൾ, ശിമോനെ ശിമോനെ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ആരെയാണ്? ശിഷ്യന്മാരെ. അതിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു പത്രോസ്. ആ പത്രോസിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ അതേ താൻ നമുക്കറിയാം, അത് മുഴുവൻ വിവരിക്കാൻ തക്കവണ്ണം പരിശ്രമിക്കുന്നതിന് മുൻപ് ഞാനൊരു പ്രസംഗത്തിൽ അത് പ്രസംഗിച്ചതാണ്. എന്നാൽ ഈ പത്രോസ് ദൈവത്തെ തള്ളി പറയുന്നതായ സമയത്ത് പത്രോസ് പറഞ്ഞു, അല്ലെ തള്ളി പറയുമെന്ന് പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞില്ല, ഞാൻ ഒരിക്കലും ചെയ്യുകയില്ല. എന്നാൽ ആ പത്രോസ് കർത്താവ് പറഞ്ഞതുപോലെ തന്നെ കോഴി 2 പ്രാവശ്യം കൂന്നതിന് മുമ്പ് 3 പ്രാവശ്യം തള്ളിക്കളഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ പത്രോസിനെ കുറിച്ചാണ് പറയുന്നത്, ശിമോനെ ശിമോനെ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. നമുക്കറിയാം, ഗോതമ്പ് പാറ്റുക എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം പാറ്റിയതുകൊണ്ട് ഉമ്മി പോവുക പോലെ പോകുകയില്ല. അതിന് പകരമായി പലപ്പോഴായിട്ട് നാം പാറ്റി അതിലെ ഉമ്മി മുഴുവൻ മാറ്റിയെടുക്കുക, അല്ലെ അതിലുള്ളതായ അഴുക്കളെല്ലാം മാറ്റിയെടുക്കുക. അതുപോലൊരു സാഹചര്യത്തിലേക്കാണ്. അല്ലെങ്കിൽ ഗോതമ്പ് പാറ്റുന്ന പോലെ, അത് ഗോതമ്പ് നമ്മളെ പാറ്റുന്ന എത്രമാത്രം പാറ്റുന്നു അതുപോലെ തന്നെ നമ്മെ കഷ്ടപ്പെടുത്തുവാൻ തക്കവണ്ണം പിശാച് എന്ത് ചെയ്യുന്നു? പിശാച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെ പോകാതിരിപ്പാൻ തക്കവണ്ണം നാം എപ്രകാരമാണ് ഈ ദൈവം പറഞ്ഞതുപോലെ ഉറപ്പുള്ളവരായി, ക്രിസ്തീയ ഉറപ്പുള്ളവരായി തീരേണ്ടത്? അതിനെക്കുറിച്ച് തിരുവചനം നമ്മോട് പറയുന്നത് എന്താണ്? പ്രത്യേകിച്ച് നാം വായിക്കുന്ന വെളിപാട് പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ വാക്യം ഞാൻ വായിക്കുകയാണ്. ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരുമായി അവരുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് അത് യുദ്ധം ചെയ്യുവാൻ തക്കവണ്ണമാണ് പിശാച് ഇറങ്ങി പുറപ്പെടുന്നത്. അതുകൊണ്ട് ആ പ്രത്യേക സ്വഭാവമുള്ളതായ വ്യക്തികൾ ആരാണ്? അവർ ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിക്കുന്നവരാണ്. അതായത് ദൈവത്തിൻ്റെ കൽപ്പന ന്യായവും നല്ലതും വിശുദ്ധവുമെന്ന് റോമാലേഖനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ആയതുകൊണ്ട് ആ ന്യായവും നല്ലതും വിശുദ്ധവുമായ ദൈവത്തിൻ്റെ 10 കൽപ്പനയും അനുസരിക്കുന്നവരും ആയതുപോലെ തന്നെ യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരുമായിട്ട്, അതായത് യേശുവിനുണ്ടായിരുന്നതായ വിശ്വാസം, അതുപോലെ തന്നെ പ്രത്യേകിച്ച് പറയുമ്പോൾ യേശു എപ്രകാരം ജീവിച്ചു അതുപോലുള്ളൊരു ജീവിതം നയിക്കുന്നവരായി ഇരിക്കുന്നവരെയാണ് പിശാച് ശിക്ഷിപ്പാൻ തക്കവണ്ണം, യുദ്ധം ചെയ്യുവാൻ തക്കവണ്ണം പുറപ്പെടുന്നത്. ആയതുകൊണ്ട് ഈ മനുഷ്യരെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ പറയുന്നത് റോമാലേഖനത്തിൽ പറയുന്ന ഇപ്രകാരമാണ്. റോമാലേഖനം 9:27 യെശയ്യാ ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞതായ കാര്യം അവിടെ ഉദ്ധരിക്കുകയാണ്. ഇസ്രായേൽ മക്കളുടെ എണ്ണം കടൽക്കരയിലെ മണൽ പോലെ ആയിരുന്നാലും ശേഷിപ്പത്രേ രക്ഷിക്കപ്പെടുന്നത്. അതെ, അത് പലപ്പോഴും നമ്മുടെ ചിന്തയിൽ വന്നേക്കാം, ആര് രക്ഷിക്കപ്പെടും എന്നാണ് പറയുന്നത്? ശേഷിപ്പാണ്. ആ ശേഷിപ്പ് എങ്ങനെയുള്ളവരാണ്? ദൈവത്തിൻ്റെ കൽപ്പനയും യേശുവിൻ്റെ സാക്ഷ്യവുമുള്ളവരാണ്. അപ്പോൾ അതുപോലൊരു ജീവിതം നയിക്കുവാൻ വേണ്ടിയാണ് നമ്മോട് ദൈവം ആവശ്യപ്പെടുന്നത്. അതായത് ഒരു ശേഷിപ്പുണ്ട്. അത് എന്തിൻ്റെ ശേഷിപ്പാണ്? അവർ ദൈവത്തോട് കൂറുള്ളവരായി,
ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നവരായി, അതേ ദൈവത്തിൻ്റെ യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരാണ്. അപ്പോൾ അങ്ങനെയുള്ളവരോട് എപ്രകാരമാണ് പിശാച് ഇടപെടുന്നത്? അതെ, അവരെ നശിപ്പാൻ തക്കവണ്ണം പിശാച് ഇറങ്ങി പുറപ്പെടുകയാണ്. എന്നാൽ അവരെക്കുറിച്ച് പറയുന്നത് അവർ എങ്ങനെയുള്ളവരാണ്? സഹിഷ്ണുതയുള്ളവരാണ്. അപ്പോൾ ഏത് കാര്യം സഹിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ എന്തു തന്നെ വന്നിരുന്നാലും ദൈവത്തോട്, യേശുവിനോട് സാക്ഷ്യമുള്ളവരായി, ദൈവകൽപ്പനയും യേശുവിൽ വിശ്വാസവും കാത്തുകൊള്ളുന്നവരായിട്ടാണ് ജീവിക്കുന്നത്. അങ്ങനെയുള്ളവരെക്കുറിച്ച് വീണ്ടും വെളിപാടുകാരൻ 22:14 പറയുന്നത്, ജീവൻ്റെ വൃക്ഷത്തിൽ ഞങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരത്തിൽ കൂടി നഗരത്തിൽ നടക്കേണ്ടതിന് ഞങ്ങളുടെ വസ്ത്രം അലക്കുന്നവരെങ്ങനെയുള്ളവരാണ്? ഭാഗ്യവാന്മാർ. അതെ, അതിനെക്കുറിച്ച് യെശയ്യാപ്രവാചകൻ പറയുന്നത് 51 പറയുന്നത്, നീതിയെ അറിയുന്നവരും ഹൃദയത്തിൽ ന്യായപ്രമാണമുള്ള ജനവുമായുള്ളവരെ. അപ്പോൾ അവർ നീതി അറിയുന്നവരാണ്, ഹൃദയത്തിൽ എന്തുള്ളവരാണ്? ന്യായപ്രമാണമുള്ളവരാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മാത്രമേ എന്തു ചെയ്യുള്ളൂ? അതെ, ഈ ഉറപ്പുണ്ടാകുകയുള്ളൂ. അവരെക്കുറിച്ച് വീണ്ടും വെളിപാടുകാരൻ 19:10 ഞാൻ വായിക്കുന്നത്, ഞാൻ നിനക്ക് യേശുവിൻ്റെ സാക്ഷ്യമുള്ള നിൻ്റെ സഹോദരന്മാർക്കും സഹപ്രത്തിനത്രേ ദൈവത്തെ നമസ്കരിക്കുക, യേശുവിൻ്റെ സാക്ഷ്യമോ പ്രവചനത്തിൻ്റെ ആത്മാവ് തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പ്രവചനത്തിൻ്റെ ആത്മാവ്, അതായത് പ്രവാചക വാക്യമുള്ളതായ ഒരു സമൂഹം, അവരെക്കുറിച്ച് യെശയ്യാപ്രവാചകൻ പറയുമ്പോൾ, സാക്ഷ്യം പൊതിഞ്ഞ് കെട്ടിക്കൊള്ളുക, നിൻ്റെ ശിഷ്യന്മാരുടെ ഇടയിൽ ഉപദേശം മുദ്രയിട്ട് വയ്ക്കുക. അപ്പോൾ ദൈവികമായിട്ട് പ്രവചന വാക്യം അല്ലെങ്കിൽ പ്രവാചക വരങ്ങൾ ഉള്ള വ്യക്തികളാണ്. അപ്പോൾ അവരാണ് എങ്ങനെയുള്ളവർ? ശേഷിപ്പുള്ളവർ. അവർ ദൈവകൽപ്പനയും യേശുവിനുള്ള സാക്ഷ്യമുള്ളവരാണ്. ആ വ്യക്തികൾക്ക് മാത്രമേ ഉറപ്പുള്ളവരായിരിക്കാൻ കൊണ്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ യാക്കോബിൻ്റെ കഷ്ടകാലം പോലെ കഷ്ടകാലത്തിൽ കൂടെ കടന്നു പോകുന്നിരുന്നാൽ തന്നെയും, അതേ ജെരമ്യാ പ്രവാചകൻ പറയുന്നത് 30:7 ആ നാൾ പോലെ വേറെ ഇല്ലാതെ വണ്ണം അത് വലുതായിരിക്കുന്നു കഷ്ടം, അത് യാക്കോബിന് കഷ്ടകാലം തന്നെ, എങ്കിലും അവൻ അതിൽ നിന്ന് രക്ഷിക്കപ്പെടും. ഈ വാഗ്ദാനം നമുക്കുള്ളതാണ്. കാരണം കഷ്ടതയും പ്രയാസവും അല്ലെങ്കിൽ ഈ അന്ത്യകാലത്ത് ജീവിച്ചിരിക്കുമ്പോൾ അതേ പിശാചായവൻ വളരെ ശക്തിയോടെ പ്രവർത്തിച്ച് നമ്മെ ഇല്ലായ്മയാക്കുവാൻ അല്ലെങ്കിൽ നമ്മെ നശിപ്പിക്കുവാൻ തക്കവണ്ണം ഉള്ള പ്രവൃത്തികൾ ചെയ്യും. എന്നാൽ അവയിൽ നിന്നും വിടുതലും ധൈര്യവും നമുക്ക് തരുന്നത് ആരാണ്? ദൈവമാണ്. അതിനാണല്ലോ യാക്കോബിൻ്റെ കഷ്ടകാലം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഇവിടെ ഉദ്ധരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 32 നാം വായിക്കുന്നത്, നീ ദൈവത്തോട് മനുഷ്യരോട് മല്ല് പിടിച്ചു ജയിച്ചതുകൊണ്ട് നിൻ്റെ പേര് നീ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്നവൻ പറഞ്ഞു. അപ്പോൾ യാക്കോബിൻ്റെ ഈ കഷ്ടകാലത്തിൽ അതേ ദൈവത്തോട് മല്ലടിച്ച് ജയിപ്പാൻ തക്കവണ്ണം ആർക്ക് സാധിച്ചു? യാക്കോബിന് സാധിച്ചു. അങ്ങനെ യാക്കോബ് തൻ്റെ ഈ കഷ്ടതയിൽ നിന്നും വിടുതൽ പ്രാപിച്ചവനായി തീർന്നതുപോലെ അതേ നമുക്കും സാധിക്കും. ആയതുകൊണ്ട് നാം എന്ത് ചെയ്യണം? അതേ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ പറയുണ്ടായി, എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനോ രക്ഷിക്കപ്പെടും. അപ്പോൾ നമുക്ക് പക എവിടെ നിന്നാൽ എല്ലാവരും നിങ്ങളെ പകയ്ക്കും. അത് ചിലപ്പോൾ നമ്മുടെ വീട്ടുകാരായിരിക്കാം, സ്വന്തക്കാരായിരിക്കാം, ഇവൻ നാം ഉൾക്കൊള്ളുന്ന സഭാ സമൂഹത്തിൽപ്പെട്ടവരായിരിക്കാം. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. കാരണം യേശുവിൻ്റെ നാമം നിമിത്തം നമ്മെ പലരും പകയ്ക്കും. അത് എപ്രകാരമാണ് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനെ കൊണ്ട് സാധിക്കുകയില്ല. അത് അനുഭവിച്ച് അറിഞ്ഞെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം ജോസഫ് തൻ്റെ ജീവിതകാലങ്ങളിൽ തൻ്റെ സഹോദരന്മാരാൽ പരീക്ഷിക്കപ്പെട്ടു, അല്ലെങ്കിൽ സഹോദരന്മാരാൽ പീഡിപ്പിക്കപ്പെട്ടു. എന്നിരുന്നാൽ തന്നെയും ജോസഫ് എന്താണ് പറയുന്നത്? ഉൽപ്പത്തി പുസ്തകം 39:9, അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. ഈ സാഹചര്യം നിങ്ങൾക്കറിയാം. പോത്തിഫറിൻ്റെ ഭാര്യ തന്നെ യോസഫിനെ ആകർഷിപ്പാനായിട്ടുള്ള പല വഴികൾ ഒരുക്കി. എന്നാൽ അതിലൊന്നിലും യോസഫ് എന്ത് ചെയ്തില്ല? ചഞ്ചലപ്പെട്ടില്ല, വിധേയപ്പെട്ടില്ല. യോസഫാണ് പറയുന്നത്, അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്തത് എങ്ങനെ എന്ന് പറഞ്ഞപ്പോൾ, നാം പാപം ചെയ്യുന്ന ആരോടാണ്? ദൈവത്തോടാണ്. ആയതുകൊണ്ട് പാപ വഴികൾ നമ്മുടെ മുൻപിൽ വന്നാൽ അവയിൽ നിന്നും മാറിപ്പോവാൻ തക്കവണ്ണം ജോസഫിനെ പോലെ ദൈവത്തോട് ഞാൻ പാപം ചെയ്യുകയില്ല എന്നുള്ള ദൃഢതീരുമാനത്തോടുകൂടി ഓടിപ്പോവാൻ തക്കമുള്ളതായ പ്രവണത നമുക്കുണ്ടാകണം. ദാനിയേലിൻ്റെ സ്നേഹിതന്മാരുടെയും സംഭവം നമുക്കറിയാം. ദാനിയേൽ തൻ്റെ കൂട്ടുകാരും കൂടി
അതേ രാജാവ് നിർത്തിവെച്ചതായ, പ്രത്യേകിച്ച് പറയുമ്പോൾ ദാനിയേലിൻ്റെ കൂട്ടുകാർ അവരായിരുന്നല്ലോ ആ സംഭവത്തിലെ കഥാനായകന്മാർ. അതെ, അവർക്ക് മുമ്പാകെ അവതരിപ്പിക്കപ്പെട്ടത്. അതേ, രാജാവ് വലിയൊരു ബിംബത്തെ അവിടെ സ്ഥാപിച്ചു. അതിൻ്റെ മുൻപിൽ തല വണക്കുവാൻ തക്കവണ്ണം ഉള്ളൊരു നിയമം, കൽപ്പനയുണ്ടായി. എന്നാൽ അവർ പറയുന്നത് എന്താണ്? അതെ, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടിവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അടുത്ത വാചകം പറയുന്നത്, ഇല്ല എങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ബിംബത്തെ വണങ്ങുകയില്ല. ആ ഒരു ഉറപ്പ്, ആ ഒരു തീരുമാനം, അതെ, അവർ അറിഞ്ഞ വിശ്വാസത്തെ മുറുകെ പിടിക്കുവാൻ തക്കവണ്ണം ഉള്ള ഒരു തീരുമാനത്തിൽ നിന്നാണ് അവർക്കുണ്ടായത്. ആയതുകൊണ്ട് ഇത് ഒരു ജീവൻ നശിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഇനി അവർ അനുസരിച്ചില്ലെങ്കിൽ അവരെ തീച്ചുളയിൽ ഇടുകയാണ്. എന്നിരുന്നാൽ തന്നെയും അവരെന്ത് ചെയ്തു? രാജാവിൻ്റെ കൽപ്പനയെ അല്ലെങ്കിൽ രാജാവിൻ്റെ ബിംബത്തെ നമസ്കരിക്കുകയില്ല എന്നുള്ളൊരു തീരുമാനം അവരെടുത്തു. അതിന് ആ ഒരു തീരുമാനം എടുപ്പാൻ തക്കവണ്ണം കണിശമായിട്ടും ദൈവത്തിൻ്റെ ആത്മാവ്, അതെ, അവരുടെ ജീവിതം അതാണ് അവരെ പ്രേരിപ്പിച്ചത്. എങ്കിലും ദൈവകൃപ കൊണ്ട് മാത്രമാണ് അവർക്ക് സാധിച്ചത്. നാം അതിൻ്റെ അനന്തര കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, അതേ, രാജാവിൻ്റെ കൽപ്പന മറുത്തതുകൊണ്ട് അവരെ എന്ത് ചെയ്തു? തീച്ചൂളയിലിട്ടു. എന്നാൽ ആ തീച്ചൂളയിൽ അവർ 3 പേരോടൊപ്പം ഒരു 4ാമതൊരു വ്യക്തിയെ കാണുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. അങ്ങനെ തിരുവചനം നമ്മോട് അനുശാസിക്കുന്നുണ്ട്. അതാ മറ്റാരുമല്ലായിരുന്നു, യേശു ക്രിസ്തുവായിരുന്നു. അതെ, നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തു നമുക്ക് ഉറപ്പും ധൈര്യവും തരുന്നതിന് വേണ്ടി നമുക്ക് സഹായിയായിട്ട് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. അതിനുവേണ്ടിയുള്ളൊരു തീരുമാനം നമുക്കുണ്ടാകണം. അതേ, അവസാനമായിട്ട് അതേ, നമ്മുടെ ഇടയിൽ ഈ പ്രോട്ടസ്റ്റൻ്റ് പ്രവർത്തനങ്ങളിൽ പ്രോട്ടസ്റ്റൻ്റ് തുടങ്ങുവാൻ തക്കവണ്ണം ആരംഭമിട്ടതായ മാർട്ടിൻ ലൂതർ, അതേ, താൻ ഏകനായിട്ട് ഇതിനു വേണ്ടി പ്രവർത്തിച്ച് തന്നോടൊപ്പം മറ്റ് സഹായികളുണ്ടായിരുന്നു. കണിശമായിട്ടും താനൊരു തീരുമാനമെടുത്തു. ആ തീരുമാനമാണ് പ്രോട്ടസ്റ്റാന്റിസത്തിന് വഴി തെളിച്ചത്. ആയതുകൊണ്ട് ക്രിസ്തീയ വിശ്വാസികളെ, നമുക്ക് ഉറപ്പിന് വേണ്ടിയുള്ളതായ വഴികളൊക്കെയും തിരുവചനത്തിൽ നൽകിയിട്ടുണ്ട്. അത് പ്രാപിപ്പാൻ തക്കവണ്ണം നാം എന്ത് ചെയ്യണം? ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, പരിശുദ്ധ നാമത്തിന് വീണ്ടും നന്ദിയോടെ സ്തോത്രം. അടിയങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഈ ധ്യാനത്തിൻ്റെ യോഗത്തിനായി നന്ദിയോടെ സ്തോത്രം. അടിയങ്ങളിൽ നിന്ന് കേട്ട വചനം അടിയങ്ങൾക്ക് ഉറപ്പും ധൈര്യവും നൽകുവാനും ഈ കാലത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ അത് ഞങ്ങൾ നഷ്ടപ്പെട്ടവരായി തീരുവാനല്ല, പിന്നെയോ യേശുവിന് വേണ്ടി വിശ്വാസികളായി ജീവിപ്പാൻ കർത്താവ് കൃപയാകണമേ. മാനവും മഹത്വവും അവിടെ നിൽക്കണം. യേശുവിൽ കൂടി താഴ്മയുടെ വിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏവർക്കും വീണ്ടും നന്ദി പറയുന്നു. കണിശമായിട്ടും ഈ ദൂത് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് പ്രയോജനമാക്കട്ടെ. നിങ്ങൾക്കെന്തെങ്കിലും സംശയങ്ങളോ അതുപോലെ എന്തെങ്കിലും അറിയുവാനോ ജിജ്ഞാസയുള്ള കാര്യങ്ങൾ ഈ ഞങ്ങളുടെ താഴെ കൊടുത്തിരിക്കുന്ന മേൽവിലാസത്തിൽ എഴുതുക. കണിശമായിട്ടും ഹോപ്പ് ടീം അംഗങ്ങൾ നിങ്ങൾക്ക് വേണ്ട മറുപടി നൽകുന്നതാണ്.